പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതിയ ദിനം കൂടി നമ്മുടെ ആയുസ്സിലേക്ക് നെയ്ത് ചേർത്ത് തരികയാണ്. ദൈവത്തിൻ്റെ കരുണയെ, സ്നേഹത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് തിരിച്ചറിയാം. കഴിഞ്ഞ രാത്രിയിൽ എത്രയോ പേരാണ് ദൈവത്തിൻ്റെ വിളി കേട്ട് ഈ ലോകം വിട്ട്, പ്രിയപ്പെട്ടവരെ വിട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായത്. ഈ പുലരി കാണാൻ, ഈ പ്രഭാതം കാണാൻ ദൈവമാണ് നാം ഓരോരുത്തർക്കും ഇടവരുത്തിയത്. ദൈവമാണ് നമ്മുടെ ആയുസ്സിൽ ഇങ്ങനൊരു ദിനം കൂടി ഉണ്ടാകണമെന്ന് നിശ്ചയിച്ചത്. ദൈവത്തിൻ്റെ ആ തിരുഹിതത്തെ ഓർത്ത് ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവമേ, നീ ദാനമായി നൽകുന്ന ഈ ജീവിതം, ഈ ദിനം കർത്താവെ, നിൻ്റെ തിരുഹിതത്തോട് ചേർന്ന്, നിൻ്റെ തിരുമനസ്സോട് ചേർന്ന് ജീവിക്കാൻ, അങ്ങനെ ഈ ദിനം മുഴുവൻ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ കർത്താവെ, ഈ ദിനത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ പിന്തിരിഞ്ഞു നോക്കി നീ നടത്തിയ വഴികളെ, വിധങ്ങളെ എല്ലാം തിരിച്ചറിഞ്ഞ് നിൻ്റെ മഹനീയ നാമത്തിന് സ്തോത്രം അർപ്പിക്കാൻ കർത്താവെ, ഈ അയോഗ്യഭാവികളായ ഞങ്ങൾക്ക് നിൻ്റെ കരുണ, കൃപ നൽകണമേ എന്ന് ഈ പ്രഭാതത്തിൽ ഒന്നുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ്, മാധ്യസ്ഥമാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിൽ വലിയ അനുഗ്രഹമായി, വലിയൊരു അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വലിയ തിരുഹിതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മയെയും പരിശുദ്ധ അമ്മയുടെ മലഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം വരുന്ന ശുശ്രൂഷയെയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി രാപകൽ കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെയും, ഓരോ പ്രഭാതത്തിലും TV സ്ക്രീനിന് മുമ്പിലായിരുന്ന വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിത നിയോഗങ്ങളെയും കുടുംബങ്ങളെയും അധ്വാന മേഖലകളെയൊക്കെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കാൻ, വചനം ഗ്രഹിക്കാൻ നമ്മെ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ദൈവവചനത്തിൻ്റെ ഉപാസകൻ. ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം, അത് എഴുതപ്പെട്ടതിൻ്റെ പുറകിലുള്ള ദൈവിക സന്ദേശം എന്തെന്ന് തിരിച്ചറിയാൻ, അത് ഉൾക്കൊള്ളാൻ, നമ്മുടെ അനുദിന ജീവിത വഴികളിൽ അത് പ്രായോഗികമാക്കാൻ, ദൈവവചനത്തിന് ഫലം നൽകാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കുക. ആ വലിയ ബോധ്യത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെല്ലാം ഉയർത്തി പരിശുദ്ധാത്മാവിനോട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പരിശുദ്ധാത്മാവെ, അങ്ങേ കൂടാതെ ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കാനോ ആ വചനത്തിന് ഫലം നൽകാനോ ഞങ്ങൾക്കാവില്ല എന്ന് അവിടുന്ന് അറിയുന്നല്ലോ. പരിശുദ്ധാത്മാവെ, ഇപ്പോൾ വചനം കേൾക്കുവാനൊരുങ്ങുന്ന ഞങ്ങളിലേക്ക് നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളെ, ദാനങ്ങളെ കർത്താവെ അവിടുന്ന് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
വചനത്തിൻ്റെ ദിവ്യപ്രകാശം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ പരിശുദ്ധാത്മാവെ നീ നിറച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി ലഹരിക്ക് അടിമപ്പെട്ട എല്ലാ യുവജനങ്ങളെയും പ്രത്യേകം പ്രാർത്ഥനയിൽ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും സ്ഥിതിവിവര കണക്കുകളുമാണ് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിലും അതുപോലെ ലോകമെമ്പാടും ലഹരിയുടെ ഉപയോഗം അമിതമായി വർദ്ധിക്കുകയാണ്. ദൈവം ദാനമായി നൽകിയ മനുഷ്യ ജീവിതങ്ങൾ പലപ്പോഴും ലഹരി മൂലം അപഹരിക്കപ്പെടുന്ന, നഷ്ടപ്പെടുന്ന അനേകർ അങ്ങനെയുള്ളവരെ ഓർത്ത് വേദനിക്കുന്ന അവസ്ഥകൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിനം വളരെ പ്രത്യേക നിയോഗമായി ഈ ഒരു മേഖലയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് കർത്താവ് ഈ ദിനം വിചിന്തനത്തിനായി നമുക്ക് നൽകുന്നത്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവവചനത്തിനായി കാതോർക്കാം. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബെഥാനിയായിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. അവർ അവൻ അത്താഴമൊരുക്കി. മർത്ത പരിചരിച്ചു. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിലൊരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവനിത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണനയുണ്ടായിരുന്നതുകൊണ്ടല്ല, പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നതുകൊണ്ടുമാണ്. യേശു പറഞ്ഞു, അവളെ തടയേണ്ട. എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല. അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് വലിയൊരു ഗണം യഹൂദർ അവിടേക്ക് വന്നു. അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ച് മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ്. ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ ലാസറിൻ്റെ ഭവനം സന്ദർശിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. യേശു ഉയർപ്പിച്ചവനാണ് ലാസർ, യേശു സ്നേഹിച്ചിരുന്നവനാണ് ലാസർ. ആ ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം ഒരു ദിനം കർത്താവ് അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഏറെ നന്ദിയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെയാണ് ആ ഭവനം ഈശോയെ സ്വീകരിക്കുന്നത്. മർത്ത യേശുവിനെ സൽക്കരിച്ചു. ലാസർ യേശുവിൻ്റെ തൊട്ടടുത്ത് അവനോടൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നു. അങ്ങനെ ആ വിരുന്ന് നടക്കുമ്പോഴാണ് അവൻ്റെ സഹോദരി മറിയം വിലയേറിയ സുഗന്ധ തൈലവുമായി യേശുവിൻ്റെ അരികിൽ വരുന്നതും അവൻ്റെ പാദങ്ങളിൽ ആ സുഗന്ധ തൈലം പൂശുന്നതും ആ ഭവനം നിറയെ ആ സുഗന്ധത്തിൻ്റെ പരിമളം കൊണ്ട് നിറയുന്നതും. പ്രിയമുള്ളവരെ, മനോഹരമായ ഒരു ദൈവിക അനുഭവമാണിത്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നെറ്റിചുളിച്ചാണ് അവനിതെല്ലാം നോക്കുന്നത്. മറിയം വളരെ വില കൂടിയ ആ സുഗന്ധക്കൂട്ടമായി യേശുവിൻ്റെ കാൽക്കൽ അതൊഴിക്കുന്നത് കാണുമ്പോഴാണ് അവൻ പറയുന്നത്, ഈ വില കൂടിയ സുഗന്ധ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ? വലിയൊരു ആദർശമാണത്, വലിയ ഒരു അഭിപ്രായമാണത്, വലിയൊരു ആശയമാണത്. പക്ഷേ കർത്താവിൻ്റെ വചനം എല്ലാം അറിയുന്ന ദൈവം ആ യൂദാസിൻ്റെ ഗൂഢവിചാരങ്ങളെ തിരിച്ചറിഞ്ഞ് വചനം വെളിപ്പെടുത്തുകയാണ്. അവന്
ദരിദ്രരോട് താല്പര്യമുണ്ടായിരുന്നത് കൊണ്ടല്ല അവനിങ്ങനെ പറഞ്ഞത്, മറിച്ച് അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കൈവശമുണ്ടായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. പ്രിയമുള്ളവരെ, എത്രയോ വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം യഥാർത്ഥ സത്യത്തിൻ്റെ മുഖം നമുക്ക് വെളിപ്പെടുത്തി തരിക. യുദാസിൻ്റെ ഹൃദയഭാവങ്ങൾ മുഴുവൻ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ദൈവം നമ്മെ ഇങ്ങനെ അറിയുന്നവനാണ് എന്ന് ചിന്തിക്കുന്നവർ എനിക്ക് തോന്നുന്നു ഇന്ന് നന്നേ കുറവാണ്. ദൈവം ഇതൊന്നും കാണുന്നില്ല, ഇതൊന്നും ദൈവം അറിയുന്നില്ല, ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് ഇതൊന്നും കുഴപ്പമില്ല എന്ന ഒരു നിലപാടാണ് ഇന്ന് ജീവിതത്തിൻ്റെ വളരെ ഗൗരവപ്പെട്ട മേഖലകളിൽ പോലും നമ്മളെല്ലാവരും വെച്ച് പുലർത്തുന്നത്. പ്രിയമുള്ളവർ, ദൈവസന്നിധിയിൽ അതൊക്കെ എത്രമാത്രം ഗൗരവമായി അത് കണക്കാക്കപ്പെടും എന്ന് കർത്താവ് യുദാസിൻ്റെ ഈ മനോഭാവത്തിലൂടെ ഇവൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നമ്മൾ കൊച്ചു കേരളം വലിയൊരു പ്രകൃതി ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ദുരന്ത മുഖത്ത് ഈ കൊച്ചു കേരളം നമ്മൾ ഓരോരുത്തരും ആയിരുന്നപ്പോൾ എത്രയോ തരം വ്യത്യസ്ത അഭിപ്രായങ്ങൾ, കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ, മനോഭാവങ്ങളാണ് പ്രിയമുള്ളവരെ സമൂഹ മധ്യത്തിൽ വെളിപ്പെട്ടത്. ഒരുപാട് നമ്മെ ചിന്തിപ്പിക്കുന്ന, ഒരുപാട് നമ്മെ വീണ്ടും വിചാരപ്പെടുത്തുന്ന, ഒരുപാട് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, വാർത്തകൾ, ചില വ്യക്തികളുടെ നിലപാടുകളൊക്കെ നമുക്ക് വ്യക്തമായി അറിയാൻ സാധിച്ചു ഈ ഒരു ദുരന്ത മുഖത്ത് നമ്മളായിരുന്നപ്പോൾ. പ്രിയമുള്ളവരെ, പാവങ്ങളെ, ദുരിതത്തിലകപ്പെട്ടവരെ കൈയയച്ച് സഹായിക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടർ എന്തിനാണ് അവരെ സഹായിക്കുന്നത്? നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്താൽ അത് ആ പാവങ്ങളിലേക്ക് എത്തുമോ, അവർക്ക് കിട്ടുമോ? അതുകൊണ്ട് അവിടെ എവിടെയൊന്നും കൊടുക്കുമെങ്കിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുക, അവരുടെ കൈകളിൽ അത് എത്തുമെന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെയുള്ള ഒരുപാട് മനോഭാവങ്ങൾ, കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ ഈ ദുരന്ത മുഖത്ത് നിന്ന് കാണുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ തന്നെയാണ് ഇന്നും ലോകത്തിലായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ. വ്യത്യസ്തമാണത്. ചിലത് അത്ഭുതപ്പെടുത്തുന്നതാണ്, ചിലത് വീണ്ടും വിചാരപ്പെടുത്തുന്നതാണ്, ചിലത് നമ്മെ ഉള്ളിൽ ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം സത്യമാണ്, ദൈവം മനുഷ്യൻ്റെ ഗൂഢവിചാരങ്ങൾ അറിയുന്ന ദൈവമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ വചനം വളരെ വ്യക്തമായി കർത്താവ് വചനത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്, ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു മുറുമുറുപ്പ് പോലും കർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോവില്ല. നമ്മൾ പലപ്പോഴും കരുതുന്ന ആരും അറിയുന്നില്ല എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും മുറുമുറുപ്പ്, എൻ്റെ അധികാരിക്കെതിരെയുള്ള എൻ്റെ മുറുമുറുപ്പ്, എൻ്റെ പെറുപെറുപ്പ്. പ്രിയമുള്ളവരെ, പലപ്പോഴും മറ്റുള്ളവരെക്കുറിച്ചുള്ള എതിർ ചിന്തകൾ, ഇതൊന്നും ആരും അറിയില്ല എന്ന ഭാവത്തിലാണ് നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്നത്. പ്രിയമുള്ളവരെ, വചനം പറയുകയാണ്, കർത്താവ് അതെല്ലാം കാണുന്നു, അറിയുന്നു. അതിനെ തിരിച്ചറിഞ്ഞിട്ടാണ് ദൈവം എൻ്റെ ജീവിതത്തെ ദൈവം കൃപ ചൊരിയുന്നതോ ചൊരിയാതിരിക്കുന്നതോ, ദൈവം അനുഗ്രഹിക്കുന്നതോ അനുഗ്രഹിക്കാതിരിക്കുന്നതോ. പലപ്പോഴും വളരെ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ പലരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ വളരെ ചിരി വരാറുണ്ട്, പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ ആയിപ്പോകുന്നത് എന്ന് പലപ്പോഴും ചിന്തിക്കാൻ പ്രേരിപ്പിക്കപ്പെടാറുണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ഉള്ളിലെ ഇതുപോലുള്ള ഗൂഢവിചാരങ്ങളെ ദൈവത്തിനൊട്ടും സ്വീകാര്യമല്ലാത്ത, ഒരു പക്ഷേ ആദർശത്തിൻ്റെ ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് നാം കൊണ്ടു നടക്കുന്ന തിന്മയാർന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ മനോഭാവം. യുദാസിൻ്റെ ഹൃദയ ചിന്ത ഏതാണ്ട് ഇതുപോലെയാണ്. ഒരു വലിയ ആദർശത്തിൻ്റെ വർണ്ണക്കടലാസിൽ അവൻ പൊതിഞ്ഞിട്ട് അവൻ്റെ കള്ളത്തരത്തെയാണ് അവൻ കൊണ്ട് നടക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഒരു നല്ല ആദർശത്തിൻ്റെ, നല്ല ഒരു ആശയത്തിൻ്റെ, നല്ല ഒരു അഭിപ്രായത്തിൻ്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് കള്ളത്തരമാണോ ഞാൻ കൊണ്ട് നടക്കുന്നത്? തിന്മയാണോ ഞാൻ കൊണ്ട് നടക്കുന്നത്? ഇതിൻ്റെ സഹോദരനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്ന ദുഷ്ടചിന്തയാണോ ആദർശത്തിൻ്റെ പേരിൽ ഞാൻ കൊണ്ട് നടക്കുന്നത്? പ്രിയമുള്ളവരെ, ദൈവം എല്ലാം അറിയുന്നുണ്ട്. തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ഈ തിരിച്ചറിവില്ലാതെ പോയാൽ
ഒരു പക്ഷേ ഈ ആയുസ്സിൻ്റെ ജീവിതം മുഴുവൻ അവസാനം ഒരു ചുടുകല്ലിൽ പെട്ട് തകരുന്ന അഗ്നിയായി ചാരമായി തീരുന്ന വിറകുകൊള്ളി പോലെ ആയിത്തീരാനുള്ള സാധ്യതയുണ്ട്. തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ അനുദിന ജീവിത വഴികളെ നിരീക്ഷിക്കാനും പരിശോധിക്കാനും കണ്ടെത്താനും പ്രത്യേകം ക്ഷണിക്കുകയാണ്. നമ്മെ തന്നെ വിസ്മരിച്ചിട്ട്, എൻ്റെ ജീവിതത്തെ വിസ്മരിച്ചിട്ട് ഞാൻ ദൈവസന്നിധിയിലേക്ക് ഓടുന്ന എൻ്റെ ഓട്ടത്തിന് ഒരർത്ഥമില്ല എന്ന് തന്നെയാണ് കർത്താവ് പറയുക. യൂദാസിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു പ്രാവശ്യമല്ല, അനേകം ഇടങ്ങളിൽ അവന് മുന്നറിയിപ്പ് കൊടുത്തു, അവനെ താക്കീത് കൊടുത്തു. മകനെ, നിൻ്റെ ഹൃദയം അത് ദുഷ്ടമാണ്, നിൻ്റെ ഹൃദയം അതൊരിക്കലും നേർവഴിയിലല്ല മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നീ നിന്നെ തന്നെ തിരുത്തുന്നില്ലെങ്കിൽ, നിന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന നാശമാണ്. എത്രയോ ഇടങ്ങളിലാണ് സ്നേഹപൂർവ്വം ഗുരുസ്ഥാനത്ത് നിന്ന് കർത്താവ് തൻ്റെ ശിഷ്യൻ യൂദാസിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത്. അവനോട് പറയാനുള്ളത് പരോക്ഷമായി തെളിഞ്ഞും ഒളിഞ്ഞും സ്നേഹത്തോടൊക്കെ ഗുരുസ്ഥാനീയനായ ഈശോ അവന് പറഞ്ഞു കൊടുക്കുക. അവൻ അതിനെ ഒന്നും കാര്യമാക്കിയില്ല. അതിനെ ഓർത്ത് അവനൊരിക്കലും ഗൗരവപ്പെട്ടതില്ല. അവൻ അതിനെ നിസ്സാരമായി ഒരുപക്ഷെ പുച്ഛിച്ചു തള്ളിയിരിക്കാം. ഏറ്റവും ഒടുവിൽ അവൻ്റെ ജീവിതം എവിടെയാണ് എത്തിച്ചേർന്നത്? പ്രിയമുള്ളവരെ, ഒരു മരക്കൊമ്പിൽ തൂങ്ങിച്ചത്തവനായവൻ മാറുന്നു. നാശമായ അവൻ്റെ ജീവിതം മാറുന്നു. ശപിക്കപ്പെട്ട മണ്ണിൽ അവൻ കുഴിച്ചു മൂടപ്പെടുന്നു. പ്രിയമുള്ളവരെ, നാശമായി തീർന്ന ഒരു ജീവിതം എങ്ങനെയാണ്? ഒരു ദിനം കൊണ്ടല്ല, ഒരു നിമിഷം കൊണ്ടല്ല, ഒരായുസ്സിൽ ദൈവം അവന് അനേക ജീവിത അനുഭവങ്ങളിലൂടെ അവനോട് വ്യക്തമായി സംസാരിച്ചു. നീ നിന്നെ തന്നെ തിരുത്തണം, തിരുത്തുന്നില്ലെങ്കിൽ നിൻ്റെ ജീവിത നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിൻ്റെ ഹൃദയം അത് വിശുദ്ധമല്ല. കർത്താവ് അനേകം തവണ യൂദാസിനെ തിരുത്താൻ ശ്രമിച്ചു. ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അവനെ വിശുദ്ധീകരിക്കാൻ പരിശ്രമിച്ചു. അവൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് നൽകി. പ്രിയമുള്ളവരെ, എന്നിട്ടും അവൻ കൂട്ടാക്കിയില്ല. അതിനുള്ള പ്രതിഫലമാണ് യൂദാസിന് സ്വന്തമായ അവൻ്റെ നാശം. തിരിച്ചറിയാം പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നല്ലവനായ കർത്താവ് അനുദിന ജീവിത വഴികളിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ തെറ്റുകളെ അനേകരിലൂടെ ചൂണ്ടിക്കാണിച്ച് നൽകുന്നുണ്ട്. ഹൃദയം തുറന്ന് തിരുത്താൻ തയ്യാറാകാം. ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ തയ്യാറാകാം. ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ പ്രകാശമായ അനുഗ്രഹമായി മാറാൻ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും അനുദിന ജീവിത വഴികളിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ നല്ല ദൈവമേ, അങ്ങേ തിരുഹിതത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവമേ, അങ്ങയുടെ നന്മയും അങ്ങയുടെ സ്നേഹവും എല്ലാം ഞങ്ങളുടെയും ജീവിതത്തിൻ്റെ ഭാവങ്ങളായി മാറുവാൻ അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് നിറച്ച് അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ഭൂമിയിൽ അവിടുന്ന് ദൈവത്തിൻ്റെ മുഖമാണ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകിയത്. ദൈവം എത്ര വലിയ സ്നേഹമാണെന്ന്, കരുണയാണെന്ന്, നന്മയാണെന്ന് നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകി. ഓ നല്ല യേശുവേ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞങ്ങളും ആ ദൈവത്തെ വെളിപ്പെടുത്തുന്നവരാകുവാൻ നീ കൃപ നൽകി ഞങ്ങൾ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അയോഗ്യരും ബലഹീനരുമായ ഞങ്ങൾ ഓരോരുത്തരിലേക്കും നിൻ്റെ കൃപയാൽ നീ ഞങ്ങളെ നിറച്ച് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ മുഖങ്ങളായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ തക്കവിധം പരിശുദ്ധാത്മാവെ നീ ഞങ്ങളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. അമ്മ ദൈവമാതാവേ, അമ്മ ദൈവത്തിൻ്റെ പ്രിയപുത്രിയായി ഈ ഭൂമിയിലെ ജീവിതത്തിൽ ദൈവതിരിഹിതം നിറവേറ്റി അമ്മേ മാതാവ് ഞങ്ങളും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാകുവാൻ തക്കവിധം അമ്മേ ഞങ്ങൾ കൃപയിൽ നിറയപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന സകല വിശുദ്ധരെ
ഞങ്ങളുടെ ജീവിത വഴികളിലെന്നും നിങ്ങളുടെ മാധ്യസ്ഥം സഹായം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ദൂതഗണങ്ങളെ ജീവിത വഴികളിലെന്നും ഞങ്ങളോടൊപ്പം സംരക്ഷണവും കാവലുമായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കനിവിൻ കവാടമിതാ, കരുതുന്ന സ്നേഹമിതാ, കരയുമ്പോൾ നിന്റെ ചാരേ അണയുന്നു മോചകൻ. അഭയമേകും സ്നേഹിതൻ അരുകിൽ നിന്നെ ചേർത്തിടും. ഹൃദയം നിറയെ സ്നേഹം പകരും. കനിവിൻ കവാടമിതാ, കരുതുന്ന സ്നേഹമിതാ, കരയുമ്പോൾ നിന്റെ ചാരേ അണയുന്നു മോചകൻ. എന്നും നിന്റെയുള്ളിൽ വന്നു വാണിടുവാൻ സ്വർഗനാഥൻ നിനക്കായി കാത്തു നിൽപ്പു. എന്നും നിന്റെയുള്ളിൽ വന്നു വാണിടുവാൻ സ്വർഗനാഥൻ നിനക്കായി കാത്തു നിൽപ്പു. പ്രിയനാഥനായി ഒരുക്കിയിടുവിൻ നിന്റെ മാനസം ദിനവും. പ്രിയനാഥനായി ഒരുക്കിയിടുവിൻ നിന്റെ മാനസം ദിനവും. നിന്റെ പ്രാണനിൽ കുളിരായവൻ എന്നും നിറഞ്ഞു നിന്നിടും. കനിവിൻ കവാടമിതാ, കരുതുന്ന സ്നേഹമിതാ, കരയുമ്പോൾ നിന്റെ ചാരേ അണയുന്നു മോചകൻ. നന്ദി ചൊല്ലിടുവിൻ ജീവനേകിടുന്ന നല്ല നാഥന്റെ കരുണയെ വാഴ്ത്തിയിടുവിൻ. നന്ദി ചൊല്ലിടുവിൻ ജീവനേകിടുന്ന നല്ല നാഥന്റെ കരുണയെ വാഴ്ത്തിയിടുവിൻ. പ്രിയനേശുവിൻ വഴി തേടുവിൻ നിന്റെ ജീവിത
പ്രിയനേശുവിൻ വഴി തേടുവിൻ, നിന്റെ ജീവിതം ധന്യം. നിന്റെ പാതയിൽ മാർഗദീപമായി അവൻ തെളിഞ്ഞു നിന്നിടും. കനിവിൻ കവാടമിതാ, കരുതുന്ന സ്നേഹമിതാ, കരയുമ്പോൾ നിന്റെ ചാരേ അണയുന്നു മോചകൻ. അഭയമേകും സ്നേഹിതൻ അരുകിൽ നിന്നെ ചേർത്തിടും. ഹൃദയം നിറയെ സ്നേഹം പകരും. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടും ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടും പ്രാർത്ഥിച്ചുമായിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് കത്തോലിക്കാ തിരുസഭയോട്, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പാപ്പയോടും എല്ലാ മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസികളോട് ചേർന്ന് ആത്മാവിലൊരു കൂട്ടായ്മയായി നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളെല്ലാം ദൈവത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. സ്വർഗം നമുക്കായി തുറക്കുന്ന അനുഗ്രഹ നിമിഷങ്ങളാണിത്. ഒരു ഹൃദയമായി, ഒരു മനസ്സായി നമ്മൾ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനകൾ ഉയർത്തുന്ന ഈ നിമിഷങ്ങൾ സ്വർഗം നമ്മെ ഉറ്റുനോക്കുന്ന നിമിഷങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സുകൾ, ഹൃദയങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് പ്രാർത്ഥന നിർഭരമാക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും രോഗങ്ങളിലും കഷ്ടനഷ്ടങ്ങളിലൊക്കെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പരിപാലന കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നിൻ്റെ കരുണ, നിൻ്റെ സ്നേഹം അവരിലേക്ക് ഈ നിമിഷങ്ങളിൽ കരകവിഞ്ഞൊഴുകാൻ നീ ഇടവരുത്തണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ പ്രഭാത വിരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾക്കും വിലയേറിയ പ്രാർത്ഥനകൾക്കും എല്ലാം യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും വലിയൊരു അഭിഷേകമായി ഓരോ പ്രഭാതത്തിലും കൂടുതൽ കൂടുതൽ പേരിലേക്ക് ഈ ശുശ്രൂഷ കടന്നു ചെല്ലുവാൻ ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ പേരാണ് ഈ ശുശ്രൂഷയിലൂടെ ആത്മീയ കൃപകളെ, ആത്മീയ പ്രചോദനങ്ങൾ ഓരോ പ്രഭാതത്തിലും സ്വീകരിക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥന മൂലമാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, ദിവ്യബലികളിൽ, നിങ്ങൾ ചൊല്ലുന്ന നൊവേനകളിൽ ഒക്കെ ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മരിയൻ കൂടാരങ്ങൾ പ്രേക്ഷിതമൊക്കെ രാപകൽ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിത നിയോഗങ്ങളെ ഏറ്റെടുത്ത് നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടട്ടെ, തൻ്റെ മഹത്വവും കരുണയും നിങ്ങൾക്കായി വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യേശുനാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.